Okay, so we were doing and longitudinal reinforcement. So longitudinal reinforcement നമ്മൾ ചെയ്തു. P by FCK we got it at 0.07. Someone got it as 0.06. അതെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം we find out AST. AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PBD divided by 100. So അപ്രോക്സിമേറ്റ്ലി ഇതിനടുത്ത് നിങ്ങളുടെ ആൻസർ വരും. സോ AST കണ്ടുപിടിച്ചാൽ എല്ലാവരും കിട്ടിയോ? AST is equal to PBD divided by 100. That is percentage of reinforcement ratio into BD in this cross section. B into D divided by 100. Okay, so AST നിങ്ങൾക്ക് കിട്ടി. Now at the step on the based on this AST you have to find out the number of bars. Okay, so number of bars ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ സെമ്മിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം, or else SP16 ചാർട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാം. So SP16 you have to use table 95. Okay, SP16 table 95 വെച്ചിട്ട് you have to find out the number of bars. Okay, so ഇവിടെ നമുക്ക് കിട്ടിയ approximately 25.2 centimeter square ആണ് area of reinforcement. Okay, so that means the area of AST required. Okay, AST that is required is 25.2 centimeter square. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വാല്യൂ കുറച്ചും കൂടെ വരും. ഓക്കെ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂയിൽ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി 25 ഈ റേഞ്ചിലാണ് AST വരുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് ടേക്ക് SP16 table 95. Okay, so SP16 table 95, that is SP16 table 95. So take SP16 table 95. Okay, so page number 228, SP16 table 98. This is the page table 98. So from this table you have to take the values. Okay, so e table and the ഈ ടേബിൾ അല്ല, ഈ ടേബിൾ. ഓക്കെ, ഈ ടേബിളിൽ നിന്നാണ് നമുക്ക് നമ്മുടെ വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കറസ്പോണ്ടിംഗ്ലി വാട്ട് ഈസ് യുവർ വാല്യൂസ്? സോ നമ്മുടെ വരുന്നത് ഏകദേശം 25 centimeter square ആണ്. സോ ഹിയർ ദ ബാർ ഡയമീറ്റർ ഇറ്റ് ഈസ് ഗിവൺ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദ ഏരിയ ഇസ് ഗിവൺ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ദ ബാർ ഡയമീറ്റർ ഇസ് ഗിവൺ ഇൻ mm. അപ്പൊ ഏകദേശം 25. സോ ഇവിടെ നോക്കൂ, ഇവിടെ 25 വരുന്നതെന്ന്. സോ ഇവിടെ 22 ഉണ്ട്, 29 ഉണ്ട്, 36 ഉണ്ട്. ഓക്കെ, സോ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഡയമീറ്റർ ഇസ് അറൌണ്ട് 80, ഒരു 20-22 ഡയമീറ്റർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 20-22 25 മുകളിലേക്കാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മുടെ സ്ലെൻഡർ കോൾ ആണ്, ലോഡ് കൂടുതലാണ്. സോ യു ഹാവ് ടു ചൂസ് എ ലാർജർ അല്ലെങ്കിൽ ബിഗ് ഡയമീറ്റർ. ഓക്കെ, സോ ഒരു 20ക്ക് മുകളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 20ക്ക് മുകളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് യു ആർ ചൂസിങ് 25.13. ഓക്കെ, 25.13 സെന്റിമീറ്റർ സ്ക്വയർ 8 കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, 20ന്റെ ഒരു 8 കൊടുക്കുകയാണെങ്കിൽ 25.13 വരും. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ കൊടുക്കുക. ദാറ്റ് ഈസ് AST റിക്വയർഡ്. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ നോക്കുക, 22 കൊടുക്കാൻ പറ്റുമോ നോക്കുക. 22 കൊടുക്കുകയാണെങ്കിൽ 30.41, അത് ഓക്കെ, കുഴപ്പമില്ല. 30.41 കൊടുക്കാം. ഏരിയ വരുന്നത് 30.41 ആണ്. സോ ദാറ്റ് ഈസ് 8 നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ട വേറെ കാര്യം, 4 സൈഡിലും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്പർ ഓഫ് ബാർസ് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, 4 സൈഡിലും ഓക്കെ, 4 സൈഡിലും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഓഫ് ബാർസ് ആണ് ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം അത് നോക്കണം, ഡയമീറ്റർ നോക്കണം, കറസ്പോണ്ടിംഗ്ലി ചൂസ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ ഇഫ് യു ആർ ടേക്കിംഗ് 22 mm ഡയമീറ്റർ ബാർസ് കുഴപ്പമില്ല. അതായത് ഇപ്പം 30 വരും. അപ്പോൾ ഏരിയ വിൽ ബി 30. 8 നമ്പർ ഓഫ് ബാർസ് കൊടുത്താൽ 30 വരും. പക്ഷെ എന്നാലും അത് കുഴപ്പമില്ല. അപ്പം കറസ്പോണ്ടിംഗ്ലി ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും പെട്ടെന്നൊന്ന് ബാർ ഡയമീറ്റർ ചൂസ് ചെയ്തേ. നമ്പർ ഓഫ് ബാർസും ബാർ ഏരിയയും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബാർസ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഓക്കെ, 4 20 mm ഡയമീറ്റർ ബാർസിന്റെ. ഓക്കെ, അപ്പോൾ 4 20 mm ഡയമീറ്റർ ബാർസിന്റെ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 12.56 വരും. പ്ലസ് 22 10 പ്ലസ് 22ന്റെ 4.
ഓക്കെ 12.56 പ്ലസ് 15.2 ഓക്കെ കറക്റ്റ് ആണ്. പിന്നെ സിജിന് എടുത്തിരിക്കുന്നത് 8 22 ഡയമീറ്റർ ബാർസിന്റെ 8 30.41 കറക്റ്റ് ആണ്. ഓക്കെ 30.4 അപ്പൊ എല്ലാവരും ചൂസ് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് ചൂസ് ചെയ്ത് നമ്പർ ഓഫ് ബാർസ് എത്ര എടുക്കുന്നത് നിങ്ങൾ വേഗം ചൂസ് ചെയ്യും. ഓക്കെ അപ്പൊ ഈ ഒരു ചാർട്ടിൽ നിന്ന് ഈ ഒരു രീതിയിലാട്ടോ നിങ്ങൾ എടുക്കണം. നമ്പർ ഓഫ് ബാർസ് 4 സൈഡിലും ഒരേപോലെ എടുക്കണം. നമ്പർ ഓഫ് ബാർസ് എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ നോക്കുക. ഓക്കെ ഏരിയ നോക്കുക, ബാർ ഡയമീറ്റർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ 22.8 30.41 ദാറ്റ് ഇസ് നല്ലൊരു ഓപ്ഷൻ ആണത്. പിന്നെ നേരത്തെ കൊടുത്തതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ 25 എന്നുള്ളത് 32 വരെ പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയായിരിക്കും. ഓക്കെ ഒരു 25 എന്നൊക്കെ 32 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വരാം. 30 ഒരു 5 സെന്റിമീറ്റർ കൂടുതൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഇപ്പൊ നേരത്തെ ഒരാൾ കൊടുത്ത പോലെ 4 22 ഡയമീറ്റർ ബാർഡും 4 22 ഡയമീറ്റർ ബാർസിന് അങ്ങനെയും കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ അത് ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുക്കാം. ആദ്യം കോർണേഴ്സിലൊക്കെ 22 ഡയമീറ്റർ ബാർസും പിന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ട് 21 ഡയമീറ്റർ ബാർസും അങ്ങനെയും കൊടുക്കാം. ഓക്കെ അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓൾ ദ കണ്ടീഷൻ യു ഹാവ് ടു ഫോളോ ഇസ് ദാറ്റ് യു ഹാവ് ഓൾ ദ 4 സൈഡ്സ് റീഇൻഫോഴ്സ്മെന്റ് ഷുഡ് ബി ഈക്വലി ഡിവൈഡഡ്. അതേപോലെ തന്നെ AST റിക്വയർഡിനേക്കാളും കൂടുതലായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബാർ ഏരിയ. ഓക്കെ AST റിക്വയർഡിനേക്കാളും കൂടുതലായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ. ഈ 2 ക്രൈറ്റീരിയ വെച്ചിട്ട് യു ക്യാൻ ചൂസ്. ഓക്കെ അപ്പോൾ സോ AST വി ഗോട്ട് റൈറ്റ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ AST പ്രൊവൈഡഡ്. ഓക്കെ സോ AST പ്രൊവൈഡഡ് നിങ്ങൾ എഴുതുക. ഓക്കെ ഇപ്പം 8 നമ്പർ ഓഫ് ബാർസ് 22 ഡയമീറ്ററിന്റെ 8 ആണെങ്കിൽ AST പ്രൊവൈഡഡ് വിൽ ബി 8 ഇൻറ്റു ആ ഒരു ഏരിയ എത്രയാണോ അത് കിട്ടുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ ആണ് അത് എഴുതാം. ഓക്കെ അടുത്ത് നിങ്ങൾ AST പ്രൊവൈഡ് നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ദാറ്റ് യു ഹാവ് ടു പ്രൊവൈഡ്. ഓക്കെ ഇപ്പൊ നിങ്ങൾ ശരിക്കും ഇപ്പൊ നിങ്ങളിപ്പോ പ്രൊവൈഡ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ടേക്കിംഗ് 22 ഡയമീറ്റർ ബാസിന്റെ 8 എടുത്തെന്നിരിക്കാം ഫോർ എക്സാമ്പിൾ. സോ മൈ AST പ്രൊവൈഡഡ് വിൽ ബി അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈ AST പ്രൊവൈഡഡ് വിൽ ബി എത്ര വരാ 30 സെന്റിമീറ്റർ സ്ക്വയർ വരും. Okay, so my AST will be 30 centimeter square because ഞാൻ പ്രൊവൈഡ് ചെയ്ത് 22 ഡയമീറ്റർ ബാസിന്റെ 8 സോ ഞാൻ പ്രൊവൈഡ് ചെയ്തതിന്റെ ഏരിയ ഈസ് 30 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഞാൻ പ്രൊവൈഡ് ചെയ്തത് വെച്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ സോ ബേസ്ഡ് ഓൺ ദ AST പ്രൊവൈഡഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ. അപ്പൊ സെയിം ഇക്വേഷൻ തന്നെ ഒരു റിവേഴ്സ് പ്രൊസീജിയർ ഈ സെയിം ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AST പ്രൊവൈഡഡ് ഇവിടെ കൊടുക്കുക P റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ. ഓക്കെ AST പ്രൊവൈഡഡ് ഇൻറ്റു 100 B ഇൻറ്റു D. ഓക്കെ അപ്പം ഈ ഒരു ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ അതായത് ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ. ശരിക്കും നിങ്ങൾ എത്രയാണോ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അത് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ അപ്പോൾ എല്ലാവരും എഴുതിയില്ലേ ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ദാറ്റ് യു ഹാവ് പ്രൊവൈഡഡ്. ഓക്കെ സോ ബേസ്ഡ് ഓൺ ദ AST പ്രൊവൈഡഡ് ഫൈൻഡ് ഔട്ട് ദ ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ യു ഹാവ് പ്രൊവൈഡഡ്. അപ്പൊ ആ ഇക്വേഷനിൽ തന്നെ റീഅറേഞ്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. AST പ്രൊവൈഡഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക PBD ഡിവൈഡഡ് ബൈ 100 ബാക്കി എല്ലാ വാല്യൂസും പാരാമീറ്റേഴ്സും നമുക്ക് അറിയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വി ഹാവ് പ്രൊവൈഡഡ് ദ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ. സോ വി ഹാവ് പ്രൊവൈഡഡ് ദ റീഇൻഫോഴ്സ്മെന്റ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് വി ഹാവ് പ്രൊവൈഡഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ചെക്ക്. നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ റീഇൻഫോഴ്സ്മെന്റ് ബാർസ് കറക്റ്റ് ആണോ അല്ലയോ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് അല്ലെങ്കിൽ അത്രയും നെസസറി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. യു ഹാവ് ടു ചെക്ക്. ഓക്കെ ചെക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ദിസ് ഈസ് ചെക്ക്. നോക്കൂ MUX divided by MUX1 all raised to alpha n plus MUY divided by MUY1 all raised to alpha n should be less than 1. Okay so ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞതാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്, ഒരു വ്യത്യാസമില്ല. സെയിം രീതിയിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? MUXും MUY നമുക്കറിയാം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് MUX1ഉം MUY1ഉം. സോ MUX1 എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? യൂണി ആക്സിയൽ മൊമെന്റ് ആണ്. ഓക്കെ സോ MUX1ഉം MUY1ഉം കണ്ടുപിടിക്കുക, ആൽഫ എൻ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ചെക്ക് ചെയ്യാം. ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് MUX1 കണ്ടുപിടിക്കാം. ഓക്കെ സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് MUX1.
Step number 8, calculation of MUX1. അപ്പൊ വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു വ്യത്യാസമില്ല. MUX1 ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? യൂണിയാക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി, എക്സ് ഡയറക്ഷനിൽ വരുന്ന മാക്സിമം മൊമെന്റ് കപ്പാസിറ്റി. ഓക്കെ, യൂണിയാക്സിയൽ മൊമെന്റ് ആണ് MUX1. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ സെയിം പ്രൊസീജിയർ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മൾ റിവേഴ്സ് പ്രൊസീജിയർ, അതായത് നമ്മൾ SP16 ചാർട്ടിൽ നിന്ന് റിവേഴ്സ് പ്രൊസീജിയറിലാണ് MUX1 കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്താ വേണ്ടത്? D ഡാഷ് ബൈ ഡിന്റെ വാല്യൂ ആണ്. സോ D ഡാഷ് എന്ന് പറയുമ്പോൾ 60 ഇറ്റ് ഈസ് ഗിവൺ. D എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഡയമെൻഷൻ അലോങ് ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ ഡയമെൻഷൻ അലോങ് ദ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദിസ് ഇസ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഇസ് Y ഡയറക്ഷൻ. ഓക്കെ, ദാറ്റ് ഇസ് 400. സോ 600 ഡിവൈഡഡ് ബൈ 400 ദാറ്റ് ഇസ് 0.15. ഓക്കെ, ഇനി ഇതിന്റെ ബേസ് ചെയ്തിട്ട് യു ഹാവ് ടു ടേക്ക് ചാർട്ട് എടുക്കുക. നമ്മുടെ ചാർട്ട് ഏതാണ്? SP16 നമ്മുടെ ചാർട്ട് സെലക്ട് ചെയ്യുക. 0.15ന്റെ ചാർട്ട് എടുക്കുക. സോ ദിസ് ഈസ് അവർ ചാർട്ട്. ഇപ്പൊ നമ്മുടെ ചാർട്ട് നമ്പർ 45 ആയിരിക്കും വരിക. ഓക്കെ, ചാർട്ട് നമ്പർ 45. അപ്പൊ ചാർട്ട് നമ്പർ 45ന്റെ പ്രത്യേകത എന്തൊക്കെയാ? നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. FI 415 റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 sides ആണ്. D ഡാഷ് ബൈ ഡിന്റെ വാല്യൂസ് 0.15. ഓക്കെ, സോ ഫ്രം ദിസ് ചാർട്ട്, ഓക്കെ, ഇതാണ് നമ്മുടെ ചാർട്ട്. ഇനി ഈ ചാർട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സോ ഫ്രം ദിസ് ചാർട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് M കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? റിവേഴ്സ് പ്രൊസീജിയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് P/FCK. Okay, you have to find out the P/FCK. So P/FCK എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? P എന്ന് പറയുമ്പോൾ എന്താ? റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ആണ്. സോ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടുപിടിച്ച ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ. ഓക്കെ, നിങ്ങൾ അസ്യൂം ചെയ്ത റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ അല്ല, ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ആണ് ഇവിടെ എടുക്കാൻ. ഓക്കെ, അപ്പൊ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടുപിടിച്ച ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ. സോ ടേക്ക് ദാറ്റ് ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ഡിവൈഡഡ് ബൈ FCK, ദാറ്റ് ഇസ് 30. അപ്പൊ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ വാല്യൂ PU ഡിവൈഡ് ബൈ FCK B ഇൻറ്റു D ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതെടുക്കുക. രണ്ടാമതിന് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. PU FCK നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെടുക്കുക. സോ ദാറ്റ് വിൽ ബി അറൗണ്ട് പോയിന്റ് എത്ര വരുന്നത്? ഓക്കെ, P/FCK is equal to 0.11. അത് ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, സോ P/FCK നമുക്ക് ഓൾറെഡി അറിയാം, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാണ്. ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു choose the value of MUX1 divided by FCK BD square. Okay, അപ്പം വീണ്ടും ചാർട്ടിലേക്ക് പോവുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചാർട്ട്. നമ്മുടെ ചാർട്ടിൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ എത്ര? 0.1 വരില്ല. സോ 0.1 എന്ന് പറയുമ്പോൾ എത്ര വരിക? ഏകദേശം ഇവിടെ വരും. സോ ദിസ് ഇസ് 0.1. ഓക്കെ, ദിസ് ഇസ് 0.08 ആൻഡ് ദിസ് ഇസ് 0.1. ഓക്കെ, 0.1 PU/FCK വാല്യൂ എത്ര വന്നിട്ടുള്ളത്? 0.42 സംതിങ്, റൈറ്റ്? 0.42 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ 0.42 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 0.42 വരുന്നത്. ഓക്കെ, സോ 0.42 0.1ലേക്ക് ഇന്റർപോളേറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ താഴത്തേക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പൊ MU/FCK എവിടെയാണോ ചെന്ന് കൂട്ടിമുട്ടുന്നത് നോക്കുക, അതായിരിക്കും MU/FCK BD സ്ക്വയറിന്റെ വാല്യൂ. ഓക്കെ, സോ ഫ്രം ദിസ് chart 45 you have to find out the value of MU divided by FCK BD square. Okay, MU divided by FCK ന്റെ വാല്യൂ ആണ് 0.11 എന്ന് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അപ്രോക്സിമേറ്റ്ലി ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെ എടുക്കേണ്ടതെന്ന്? ഇവിടെ ഇനി കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. നമ്മൾ റിവേഴ്സ് പ്രൊസീജിയറിലാണ് പോകുന്നത്. സോ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോന്റെ ചാർട്ട് എടുക്കുക. സോ ദിസ് ഈസ് 0.1ന്റെ ചാർട്ട് എടുക്കുക. P/FCK ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചിട്ട് P/FCK ഇങ്ങോട്ടേക്ക് കോയിൻസൈഡ് ചെയ്യിക്കുക, നേരെ താഴത്തേക്ക് വരയ്ക്കാം. ഓക്കെ, MU/FCK എത്രയാണ് വാല്യൂ വരുന്നത് കണ്ടുപിടിക്കുക. ആൻഡ് ഫ്രം ദർ പിന്നെ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് MUX. Okay, so by cross multiplication പോയിന്റ് നിങ്ങൾക്ക് എത്ര കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ ആ വാല്യൂ ഇൻറ്റു FCK is 30 BD square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് MUX1. ഓക്കെ,
ഓക്കെ MUX1 158 പോയിന്റ് കുഴപ്പമില്ല, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ 158 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ ഇനി similar method you have to find out the moment along the y direction, uniaxial moment along the y direction. ഓക്കെ അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടതാണ് d dash by d ന്റെ വാല്യൂ. d dash എന്ന് പറയുമ്പോൾ 60, d എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ along the y direction. So along the y direction വന്നിട്ട് എത്രയാ 300. Okay, along the y direction the dimension is 300. So 300 എടുക്കുക. So you will get d dash by d, that is 0.2. Okay, d dash by d എന്ന് പറയുമ്പോൾ 0.2. അപ്പോൾ നമ്മൾ നോക്കുക, ചാർട്ട് എടുക്കുക. ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ എടുത്ത ചാർട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അത് 0.15 ചാർട്ടാണ്. സോ അടുത്ത ചാർട്ട് നോക്കുക. തൊട്ടടുത്ത ചാർട്ട് d dash by d is equal to 0.2. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് എടുക്കാം, ചാർട്ട് 46. ഓക്കെ യു ക്യാൻ ടേക്ക് ചാർട്ട് 46. അപ്പോൾ ഇവിടെ എല്ലാ കണ്ടീഷൻസും ഫോളോ വന്നിട്ടുണ്ട്. FI ഓക്കെ ആണ്. d dash by d is equal to 0.2. ഓക്കെ സോ ഫ്രം ഹിയർ ഈ ചാർട്ടിൽ നിന്ന് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് MU by FCK BD സ്ക്വയറിന്റെ വാല്യൂ. ഓക്കെ MU by FCK BD സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് അതിന്? P by FCK റേഷ്യോ. സോ P by FCK റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാണ് വന്നിട്ടുള്ളത്? സംതിങ്. P by FCK എത്ര നമുക്ക് നോക്കാം. P by FCK എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.1 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. PU by FCK BD സ്ക്വയർ വാല്യൂസിനൊന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. സെയിം ഇത് PU by FCK ന്റെ വാല്യൂ സെയിം ആയിരിക്കും. സോ 0.42 0.42 ഇങ്ങനെ വരയ്ക്കുക. 0.1 കൊണ്ടുപോയിട്ട് കോയിൻസൈഡ് ചെയ്യുക, നേരെ താഴത്തേക്ക് വരയ്ക്കാം. ഓക്കെ താഴത്തേക്ക് വരച്ചാൽ ദിസ് വാല്യൂ. ഓക്കെ ഈ വാല്യൂ ആയിരിക്കും MU by FCK BD സ്ക്വയർ. അപ്പൊ എത്രയാണ് ആ വാല്യൂ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ MU by FCK BD സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുക. ആൻഡ് ഫ്രം ദാറ്റ് ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് MU1. ഓക്കെ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് MU1. ഓക്കെ ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഇതിപ്പം തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ സെയിം പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തതാണ്. അപ്പം അത് കുറച്ച് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എല്ലാ പ്രോബ്ലം ഒരേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല. സോ കൈൻഡ്ലി ഫോളോ ദിസ്. ഓക്കെ 158.4 കറക്റ്റ് ആണ്. Okay, so find out uniaxial moment along the y direction, that is MUY1 from the SP16 chart 46. Okay, SP16 chart 46. കിട്ടിയോ എല്ലാവർക്കും? Okay, but next, okay, so MUX1 MUY1 നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് is you have to calculate alpha n. Okay, alpha n, that is a constant, അത് കണ്ടുപിടിക്കണം. സോ ആൽഫ എന്നും സെയിം മെത്തേഡ് തന്നെ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ ഒരു വ്യത്യാസം വരുന്നില്ല. യു ഹാവ് ടു റെഫർ SP16 പേജ് നമ്പർ 104. ഓക്കെ SP16 പേജ് നമ്പർ 104 എടുക്കുക. So here you can see SP16 page number 104 so this is SP16 page number 104. Okay, so page number 104 you can see close 3.3 ആണ് നമ്മുടെ ക്ലോസ്. ഓക്കെ ക്ലോസ് 3.3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇക്വേഷൻ MUX1 MUX1 ഈ ഒരു ഇക്വേഷൻ.
That should be less than 1. So mu അതിൽ നമ്മളിപ്പം mu x ഉം mu y നമുക്കറിയാം. mu x1 ഉം mu y1 നമ്മൾ കണ്ടുപിടിച്ചു. Next is you have to find out alpha n. അപ്പോൾ alpha എന്ന് വെച്ചാൽ that is an exponent which depends upon pu by pz. Okay, but it is given alpha n is an exponent which is depend upon pu by pz. അപ്പോൾ നമ്മൾ pu by pz ആദ്യം കണ്ടുപിടിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ചാർട്ട് വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പി യു ബൈ പി സെഡ് എങ്ങനെ വരയ്ക്കാം? പി യു ബൈ പി സെഡ് സെയിം മെത്തേഡ്. ഓക്കെ, സോ പി യു ബൈ പി സെഡ്, പി യു ഇസ് ഓൾറെഡി ഗിവൻ, ദാറ്റ് ഇസ് 1500. പി യു സെഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ പി യു സെഡ് എങ്ങനെ കണ്ടുപിടിക്കാം? അഗെയിൻ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് ഫ്രം ദ ചാർട്ട് 63, ഫ്രം ദ ചാർട്ട് 63. എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചു. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ ഇതൊക്കെ. ത്രീ അല്ല എടുക്കേണ്ടത്, നിങ്ങൾ അസ്യൂം ചെയ്ത റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ അല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് തൊട്ട് മുന്നേ കിട്ടിയ പി ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് കിട്ടിയ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ പി ആക്ച്വൽ. ഓക്കെ, ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ആണ് നിങ്ങൾ എടുക്കുക. നിങ്ങൾ അസ്യൂം ചെയ്ത വാല്യൂ ഇവിടെ എടുക്കുക ചെയ്യരുത്. അസ്യൂം ചെയ്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു സമയത്ത് പോയിന്റ് ഓഫ് ടൈമിൽ കിട്ടാൻ വേണ്ടി ചെയ്താണ്, അത് അവിടെ മാറ്റി വെക്കുക. നമുക്ക് ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ വെച്ചിട്ടാണ് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ഒന്ന് എടുത്തേ. അതെ, പി ആക്ച്വൽ എടുക്കുക. നിങ്ങൾക്ക് കിട്ടി ഇപ്പൊ തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടുപിടിച്ച പി ആക്ച്വൽ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ എടുക്കാം. സോ ദാറ്റ് ഈസ് പേജ് നമ്പർ 148 വൈ നോ വൺ ഈസ് റെസ്പോണ്ടിങ്? ആരും ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. വാട്ട് ഹാപ്പൻ? ദാറ്റ് ഈസ് പേജ് നമ്പർ 148 വരുന്നത്. അതാ പേജ് നമ്പർ 148 ചാർട്ട് 63. ഓക്കെ, പേജ് നമ്പർ 148 ചാർട്ട് 63 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ഇഫ് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് 3.14 ആണ്. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഇപ്പോൾ എത്രയാണോ എന്നുള്ളത് ഫോളോ ചെയ്യാം. എനിക്ക് ഇവിടെ കിട്ടിയ വാല്യൂ 3.14. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 3.14 എടുക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഇഫ് യു ഗെറ്റ് 2.1 അല്ലെങ്കിൽ നിങ്ങൾക്ക് 2.2 ഒക്കെ കിട്ടുകയാണെങ്കിലും വാല്യൂ ആരും മാറ്റാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, സോ 3.14 ആണ് എനിക്ക് കിട്ടിയ വാല്യൂ. സോ 3.14 നമ്മൾ സംതിങ് ഹിയർ ഇറ്റ് വിൽ ബി ഹിയർ. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ഇവിടെ ആയിരിക്കും. സോ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ഞാൻ ഇങ്ങനെ കറസ്പോണ്ടിംഗ്ലി ഈ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോന്ന് ഐ എം ടേക്കിംഗ് ദ വാല്യൂ ഓഫ് പി യു ബൈ സി പി സെഡ്. ഓക്കെ, എനിക്ക് പി യു ബൈ എ ജിന്റെ റേഷ്യോ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, പി സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ പി യു ബൈ എ ജിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഐ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ, ദാറ്റ് ഇസ് 3.14. ഞാൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു ടിൽ 415 വരെ. ഇതാണ് എഫ് ഇ 415ന്റെ ലൈൻ. പിന്നെ നേരെ താഴത്തേക്ക് വരയ്ക്കുന്നു ടിൽ എഫ് സി കെ 30. എഫ് സി കെ 30 വരെ വരയ്ക്കുന്നു. ഇവിടെ കൊണ്ട് കോയിൻസൈഡ് ചെയ്തിട്ട് ഡയറക്ട്ലി ഐ എം ഡ്രോയിങ് എ ലൈൻ ടു പി യു ബൈ എ ജി ഇവിടെ വരയ്ക്കും. സോ സംതിങ് ഹിയർ ആയിരിക്കും എൻ്റെ വാല്യൂ വരുന്നത്. പി യു ബൈ എ ജി വാല്യൂ വിൽ ബി സംവർ ഹിയർ. 22 കറക്റ്റ്. Okay, so P actual വെച്ചിട്ട് you have to find out PU by AG value and PU by AG ന്ന് cross multiply ചെയ്തിട്ട് you have to find out PUZ. Okay, ഒന്നുകൂടെ പറഞ്ഞുതരാം. 3.14, this is 3.14. അപ്പോൾ ടോപ്പിലെ ലൈൻസ് ഈസ് അബൌട്ട് സ്റ്റീൽ ആൻഡ് ബോട്ടത്തിലെ ലൈൻസ് ഈസ് അബൌട്ട് കോൺക്രീറ്റ്. അപ്പം 3.14 നേരെ ലൈൻ വരയ്ക്കുക, കോയിൻസൈഡ് ഇറ്റ് ടു ദ FE 450 നമ്മുടെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ. നേരെ താഴത്തേക്ക് വരയ്ക്കുക, നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഏതാണോ അതിലേക്ക് കോയിൻസൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന M30 ആണ്. പിന്നെ അത് നേരെ ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കുക. സോ സംവർ ഹിയർ യു വിൽ ഗെറ്റ് എ വാല്യൂ സംവർ ഹിയർ. സോ PU by AG വാല്യൂ നിങ്ങൾക്ക് കിട്ടും. So from the PU by AG value, that is around 22. Okay, 22 and 22. PU by AG value നിങ്ങൾക്ക് ഇവിടെ കിട്ടി. അതിൽ നിന്ന് find out PUZ. So PUZ is equal to 22.5 into AG. AG എന്ന് പറയുമ്പോൾ area of gross section. That is 400 into 300. That is B into D. AG എന്ന് പറയുമ്പോൾ area of gross section. സെക്ഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? B into D. breadth into depth. So PUZ നിങ്ങൾക്ക് കിട്ടി. Okay, so now you got PUZ. Substitute in this equation. PU by PZ കൊണ്ട് substitute ചെയ്യുക. So PU by CZ substitute ചെയ്യുമ്പോൾ you will get a value
like this. ഒരു പോയിന്റിൽ you will get a value. So PU is equal to 1500. PU ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and find out the value. Okay, so you got a value, something like this. Okay, ഈ 26440 അത് ന്യൂട്ടണിലാണ്, കൺവേർട്ട് ഇൻറ്റു കിലോ ന്യൂട്ടൺ. Okay, convert it into kilonewton. Okay, so PU by PZ value is between 0.55. So now നമ്മൾ വീണ്ടും എടുക്കുക. പേജ് നമ്പർ 104ലേക്ക്. So page number 104ലേക്ക് പോവുക. Again you have to go to page number 104. So page number 104 അവർ തന്നിട്ടുണ്ട് PU by PZന്റെ ലിമിറ്റ്സ്. ഓക്കെ, സോ PU by PZ ലെസ് ദാൻ 2 ആണെങ്കിൽ ആൽഫ n is 1 ആൻഡ് PU by Z ഗ്രേറ്റർ ദാൻ 8 ആണെങ്കിൽ ആൽഫ n is equal to 2. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 0.2ന്റെയും 0.8ന്റെയും നടുക്കായിരിക്കും. ഓക്കെ, സംതിങ് ലൈക്ക് 0.5, 0.5, 0.6, 0.7 ആ ഒരു ഏരിയയിൽ വരും നിങ്ങളുടെ PU by PZ വാല്യൂ. ഓക്കെ, സോ അപ്പം നമുക്ക് അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് തന്നിട്ട് ആൽഫ n 1ഉം ആൽഫ 0.8ന് കൂടുതലാണെങ്കിൽ 2 ആണ് തന്നിട്ടുള്ളത്. സോ കറസ്പോണ്ടിംഗ്ലി യു ക്യാൻ ഡ്രോ ദ ചാർട്ട്. കറസ്പോണ്ടിംഗ്ലി ചാർട്ട് വരയ്ക്കാം. സോ ഈ ചാർട്ട് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചോട്ടോ, ഇത് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ഇത് SP16 റെഫർ ചെയ്തിട്ടാണ് വരക്കുന്നത്, പക്ഷെ ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇത് എപ്പോഴും ഈ ചാർട്ടും ഈ ബോക്സ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇറ്റ് ഇസ് ബെറ്റർ ടു ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, സോ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തേ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൽഫ n വാല്യൂ ഇസ് 1 ആൻഡ് 0.8ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൽഫ n വാല്യൂ ഇസ് 2. ഓക്കെ, അതേപോലെ ഒരു ചാർട്ട് വരക്കാം ആൻഡ് കറസ്പോണ്ടിങ് നമ്മുടെ വാല്യൂ ഇവിടെ വരുന്നത് 0.55. ഓക്കെ, 0.55 പ്ലോട്ട് ചെയ്തിട്ട് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഇന്റർപോളേഷൻ വഴി ഈ ലൈൻ ഈ വാല്യൂ കണ്ടുപിടിക്കുക. So find out alpha n. All of you please find out the value of alpha n. So നമ്മുടെ 0.55 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും കേട്ടോ, ഏകദേശം 0.5. സോ 0.2ന് 1, 0.8ന് 2, 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൽഫ n വാല്യൂ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക ബൈ ഇന്റർപോളേഷൻ മെത്തേഡ്. So how much you are getting? 1.6. Okay, correct. 1.6 വരും. What about the remaining? 1.7. Okay, very good. അടുത്ത only two രണ്ടുപേരും സീജനും വിസ്മയും മാത്രം റെസ്പോണ്ട് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, 1.6, 1.69. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ വാല്യൂ കിട്ടുന്നുണ്ട്, അപ്പൊ കുഴപ്പമില്ല. സോ ഓൾ ഓഫ് യു, അപ്പൊ എല്ലാവർക്കും ആൽഫന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കൊന്നും നോക്കണ്ട, നേരെ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. because substitute in this equation, that is mu x1 alpha n, mu y1 alpha n. Substitute here and see whether the value is less than 1 or not. Okay, see whether the value is less than 1 or not. Okay, correct. Next, അപ്പോൾ കറക്റ്റ് ആയില്ലേ, 1ന്റെ താഴെ വന്നു. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സേഫ്.
It is safe against biaxial bending. Okay, so ഒരു biaxial bending വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളം ഫെയിൽ ആവില്ല എന്നാണ് അതിന്റെ അർത്ഥം. Any other answers? Point 68. Okay, correct. That is also correct. Okay. Okay, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് വാല്യൂ. Okay, അപ്പം the value should be less than 1. That means it is safe against biaxial bending. Okay, so ആ ഒരു ചെക്ക് നമ്മൾ സേഫ് ആയിട്ട് പാസ് ചെയ്തു. സോ ദാറ്റ് മീൻസ് അവർ കോളം ഈസ് സേഫ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കോളായിട്ട് പ്രൊസീഡ് ചെയ്യാം. പിന്നെ എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? അപ്പം നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെന്റ് അഥവാ വെർട്ടിക്കൽ റീൻഫോഴ്സ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സേഫ്. നൗ യു ഹാവ് ടു ഡിസൈൻ ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ്. അതായത് ദിസ് ഇസ് ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ്. ഇതാണ് ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ്. ഓക്കെ, this is lateral reinforcement. That is step number 10. You have to decide the lateral reinforcement. അപ്പോൾ സെയിം പ്രൊസീജിയർ ആണ് കഴിഞ്ഞ സെമ്മിൽ ചെയ്തത്, കഴിഞ്ഞ മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്കിവിടെ ചെയ്യേണ്ട രണ്ട് കാര്യമാണ്. ഫസ്റ്റ് ഈസ് യു ഹാവ് ടു ചൂസ് ദ ബാർ ഡയമീറ്റർ. ഓക്കെ, യു ഹാവ് ടു ചൂസ് ദ ബാർ ഡയമീറ്ററും പിന്നെ നിങ്ങൾക്ക് എടുക്കേണ്ട സ്പേസിങ്, ദാറ്റ് ഇസ് പിച്ച്. ഈ രണ്ട് സാധനമാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ബാർ ഡയമീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ? ദാറ്റ് ഈസ് 1/4 ഓഫ് ഡയമീറ്റർ ഓഫ് ദ ബാർ അഥവാ 6 mm. ഓക്കെ, 1/4 ഓഫ് ഡയമീറ്റർ ഓഫ് ബാർ അഥവാ 6 mm, വിച്ച് എവർ ഇസ് ഗ്രേറ്റർ അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. സോ 1/4 ഓഫ് ഡയമീറ്റർ ഓഫ് ദ ബാർ, നിങ്ങൾ എടുത്തിരിക്കുന്ന ബാർ ഡയമീറ്റർ എത്രയാണോ അത്, പിന്നെ 6 mm. ഓക്കെ, അത് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഏതാണോ വലുത് എന്നുള്ള വാല്യൂ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ഇസ് പിച്ച്. പിച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? പിച്ചിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാ? ഓക്കെ, പിച്ചിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്രൈറ്റീരിയസ് ആണല്ലോ. ഒന്ന് യു ക്യാൻ പ്രൊവൈഡ് 300 mm. രണ്ടാമത്തത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ. യു ആർ ഹാവിംഗ് 2 ഡയമെൻഷൻ. ദാറ്റ് ഇസ് 1 ഇസ് 400 ഉണ്ട്, 300 ഉണ്ട്. ഇതിൽ ഏതാണോ കുറവ് അതാണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. 2 ലാറ്ററൽ ഡയമെൻഷൻസ് ഉണ്ട്, 1 ഇസ് 400 ആൻഡ് 1 ഇസ് 300. ഇതിൽ ഏതാണോ ലീസ്റ്റ് അത് യു ക്യാൻ ചൂസ്. അപ്പോൾ ഇവിടെ ലീസ്റ്റ് വന്നിരിക്കുന്നത് എന്താ? അഗെയിൻ ദാറ്റ് ഇസ് 300 mm ഓർ 16 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ ഓർ 16 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ. സോ പിച്ച് നമുക്ക് 3 ക്രൈറ്റീരിയസ് ആണല്ലോ. ഒന്ന് 300 mm ഡയമീറ്റർ ബാർ, രണ്ടാമത്തത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻസ് ആൻഡ് തേർഡ് വൺ ഈസ് 16 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ. ഓക്കെ, ഇത് മൂന്നിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഇതിൽ മൂന്നിലും 300ന് മുകളിൽ വരാത്ത ഒരു വാല്യൂ യു ഹാവ് ടു ചൂസ്. ഓക്കെ, സോ ബെറ്റർ യു ക്യാൻ പ്രൊവൈഡ് 300 mm. ഓക്കെ, സോ ഇവിടെ എടുത്തിരിക്കുന്ന ബാർ ഡയമീറ്റർ ഇസ് 6 mm. ഓക്കെ, സോ ഇവിടെ എടുത്തിരിക്കുന്ന ലാറ്ററൽ റീൻഫോഴ്സ്മെന്റിന്റെ ബാർ ഡയമീറ്റർ 6 mm ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ പിച്ചും 300 mm ആണ് കൊടുത്തിട്ടുള്ളത്. സോ കറസ്പോണ്ടിങ്ങിൽ ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് നൗ യു ക്യാൻ ഡ്രോ ദ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്. ഓക്കെ, റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ഈസ് യു ഹാവ് ടു പ്രൊവൈഡ് റീൻഫോഴ്സ്മെന്റ് ഓൺ ഓൾ ദ 4 sides equally. ഓക്കെ, ഓൺ ദ ഓൾ 4 sides equally. അപ്പം റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പാറ്റേൺ അറിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം യു ഹാവ് ടു പ്രൊവൈഡ് ആദ്യത്തെ 4 കോർണേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സ്പേസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എത്ര ആവശ്യമുള്ളൂ? ബിക്കോസ് ഓൺ 4 sides നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. 400, 300 പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെന്റ്, പിന്നെ ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ്, അതിനുശേഷം ഡി ഡാഷ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും സംഭവം മാർക്ക് ചെയ്യുക. റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യുക. ഓക്കെ, 0.68, 0.68, 0.91 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേര് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. സോ ഐ ഹോപ്പ് ദ പ്രോബ്ലം ഈസ് ക്ലിയർ. സ്ലെൻഡർ ക്ലോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. കഴിഞ്ഞ 2 പ്രോബ്ലത്തിന്റെ ബേസ് വെച്ചിട്ട് കുറച്ച് കൂടുതൽ വരുന്നുള്ളൂ. അപ്പം ഇതിന്റെ ലെങ്ത് ഉണ്ടാരും പേടിച്ചൊന്നും പോകണ്ട. നന്നായിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അടുത്ത അസൈൻമെന്റ് ടെസ്റ്റ് ഞാൻ തരാം. എല്ലാവരും നല്ല രീതിയിൽ പ്രോബ്ലം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെമ്മിനേക്കാളും കൂടുതൽ വി ആർ യൂസിങ് SP16 ചാർട്ട് കോഡും കുറച്ച് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ കോഡും ചാർട്ടും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. പേജ് നമ്പേഴ്സ് ഓർത്ത് വെക്കുക, ക്ലോസസ് ഓർത്ത് വെക്കുക. ഓക്കെ, ഇഫ് യു ഹാവിങ് എനി ഡൗട്ട് ജസ്റ്റ് കോൺടാക്ട് മീ. മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.